ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സ്വീറ്റ് മോമോസ് ആണ്. നല്ല പഴുത്ത ചക്കപ്പഴം, നല്ല സൂപ്പറായിട്ട് വന്നു കണ്ടില്ലേ? സ്വീറ്റ് മോമോസ്. നല്ല പഴുത്ത ചക്കയാണ്, നല്ല മധുരമുള്ള ചക്ക. നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നമ്മൾ അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് മെൽറ്റ് ആവാനാണ്. ഇതൊന്ന് തിളയ്ക്കട്ടെ. നമ്മൾ ഒഴിച്ച വെള്ളം തിളച്ചു. ഇതിലേക്ക് നമ്മുടെ ചക്കപ്പഴം ചെറുതായിട്ട് മുറിച്ചത് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കാം. നമ്മൾ ഒഴിച്ച ഈ വെള്ളത്തിൽ കിടന്ന് ഈ ചക്ക നന്നായിട്ടൊന്ന് വേകട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് 2 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി തിളച്ച വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളമാണ്. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കൈ പൊള്ളാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു. ഇപ്പം നമ്മളിത് കുഴച്ചാൽ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ചൂട് പോയിട്ട് ചെറിയ പാകത്തിന് ചൂടിന് നമുക്കിതൊന്ന് നല്ല കുഴച്ചെടുക്കാം. ചക്ക കണ്ടില്ലേ, അതിൽ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ വെന്തു. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം അത് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഒന്നുകൂടെ ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുഴയ്ക്കാവുന്ന പാകത്തിലായിട്ടുണ്ട്. നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തു. ഇതുണ്ടോ വെള്ളം വറ്റി വരുന്ന? ഇത് നന്നായിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചക്കപ്പഴം നല്ല വെള്ളമൊക്കെ വറ്റി പാകത്തിനായി കിട്ടി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇത് നമ്മുടെ ചക്കപ്പഴം ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതുണ്ട് നമ്മുടെ മാവ്. ഈ മാവിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ബോൾസ് ആക്കാം. ഇങ്ങനെ കൈ വെച്ച് തന്നെ നമുക്ക് കൈയുടെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മളിങ്ങനെ മടക്കണം. അതിനുശേഷം ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് മടക്കിയിട്ട് വരാം. ഇതുപോലെ ഇനി നമ്മളിത് കയ്യിലെടുക്കുക. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുക. ഇതാ നമ്മുടെ മോമോസ് റെഡി. ചക്കപ്പഴവും അരിപ്പൊടിയും ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മോമോസ് റെഡിയായി. നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നമ്മളൊരു സ്റ്റീമർ വെച്ചു. അതിലേക്കൊരു വാഴയില വെച്ചിട്ട് അതിൽ എണ്ണയൊന്ന് തടവി. അതിനുശേഷം നമുക്കിങ്ങനെ വയ്ക്കാം. ബാക്കിയെല്ലാം തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നമ്മുടെ മോമോസെല്ലാം നല്ല ഷേപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മോമോസ് റെഡിയായെന്ന് നോക്കാം. വാവ്, നല്ല സൂപ്പറായിട്ട് വന്നു കണ്ടില്ലേ? നമുക്ക് എടുത്താലോ? ഇതുണ്ടോ, നമ്മൾ വാഴയില വെച്ചിട്ട് അതിലൊന്ന് എണ്ണ തടവിയിട്ടാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതാണ്ടോ എളുപ്പം എടുക്കാൻ പറ്റും. എല്ലാം നമുക്ക് എടുക്കാം. ഇതേ നമ്മുടെ മോമോസ് കണ്ടില്ലേ,
നല്ല ചക്കപ്പഴത്തിൻ്റെ മണവും വരുന്നുണ്ട്, നല്ല ഫ്ലേവർ. ഓക്കെ, എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മുടെ മോമോസ് റെഡിയായി. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ മോമോസ് റെഡിയായി. നല്ല ഹെൽത്തിയും പിന്നെ നല്ല ടേസ്റ്റിയുമാണിത്. ചക്കപ്പഴവും നമ്മുടെ അരിപ്പൊടിയല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ചക്ക മോമോസ് ടേസ്റ്റ് ചെയ്യാം. കാണാൻ തന്നെ എന്താ ഭംഗി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അസലായിട്ടുണ്ട്. നോക്കിക്കേ, നല്ല മധുരമുള്ള ചക്ക, നല്ല രുചിയായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് ആ സ്വാദ് മനസ്സിലാവും. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വാദാണ്. മോമോസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ചക്ക മോമോസ് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു വെറൈറ്റി തന്നെയാണ്. കഴിച്ചാൽ നമ്മളിതുപോലെ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല മധുരം, ഓവർ മധുരമല്ല, നമ്മുടെ വായിൽ അലിഞ്ഞു പോണ മധുരം. പിന്നെ അരിപ്പൊടി ഉപയോഗിച്ച കാരണം നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ, പിന്നെ ചക്കയുടെ സീസൺ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. ഹാവ് എ നൈസ് ഡേ.